ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കാർ മ്യൂസിയം കാണാൻ വന്നേക്കാണ്. മൈസൂരുള്ള ഒരു കാർ മ്യൂസിയത്തിൻ്റെ അടുത്താണ് നമ്മൾ. ഇവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. എല്ലാവരും കണ്ടോളൂ. ഇത് കാർ മ്യൂസിയത്തിൻ്റെ എൻട്രിയാണ്. നമുക്ക് നോക്കാം. കാണുന്നതാണ് സെറ്റപ്പ് മ്യൂസിയം. വലിയൊരു ടയറാണ് അതിൻ്റെ മണ്ടയിരിക്കുന്നത്. ബാക്കി അകത്ത് പോയിട്ട് കാണാം. ഇവിടെ എല്ലാം നല്ല ആൾക്കാരാണ്, തിരക്കാണ്. എല്ലാവരും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സംഭവം കാണാൻ ഇറങ്ങിക്കുകയാണ്. ഇവിടെ എൻ്റെ ഗഡിഗൾസ്. ഇതാണ് കാർ ഷോറൂമിൻ്റെ പേര്. എന്നാ പയന, അങ്ങനെയാണെന്ന് നിങ്ങൾ വായിച്ചെടുത്തു. എന്നാണേലും കൊള്ളാം. ഇതിൻ്റെ അകത്ത് വിൻറ്റേജ് കാർ കളക്ഷൻസാണ്. എന്നാലും നല്ല അടിപൊളിയായിട്ട് ഒരു സ്ട്രക്ചർ കയറ്റി ഒരു ടയർ കയറ്റി മണ്ട വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതാണ് എൻ്റെ എൻട്രി വ്യൂ. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ അവസാനം പറയാം, കാരണം എനിക്കും അറിയത്തില്ല. അവസാനം ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി തരാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ കയറുകയാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ, എൻട്രി. ആ സൈഡിൽ തന്നെ ഒരു പദ്മിനി കിടപ്പുണ്ട്. ഇതിൻ്റെ ഭാഗത്ത് ഇനിയും നല്ല അടിപൊളി കാറുകൾ കിടപ്പുണ്ട്. എല്ലാം വിൻറ്റേജ് കളക്ഷൻസ് ഒള്ളി. നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ വരും. ഇതാണ് ആ ടയർ. ഓക്കെ, ഇത് മറ്റേ ഷീറ്റയിൽ പരത്തി വെച്ചേക്കുന്നതല്ലേ. കൊള്ളാം. എന്നാലും ഇവന്മാരുടെ ഓരോ കലാവിധികളേ കഴിവേറികൾ. ഇതാണ് ആദ്യത്തെ വണ്ടി. ഇത് പദ്മിനിയല്ലേ, ഈ പുള്ളിയുടെ വണ്ടി കേട്ടോ. ഇവിടെ കിടക്കുന്നത് നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. 4 സിലിണ്ടർ എൻജിൻ. 1000 cc വണ്ടിയാണ്. 4 സ്പീഡ് മാനുവൽ. കൊള്ളാം. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വണ്ടിയല്ലേ, സ്റ്റാൻഡേർഡ് CC സിലിണ്ടർ. ഇത് പദ്മിനി അല്ല. കൊള്ളാം. എന്നാണേലും അടിപൊളി. ടോപ്പ് സ്പീഡ് 117. മോനെ, നല്ല ക്ലാസി ലുക്ക് വണ്ടി. അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ എല്ലാം കാണികളുടെ ജനത്തിരക്കാണ്. ഭയങ്കര എന്നാ പറയുന്നത്, അകത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പൺ വ്യൂ, ഈ കൺസ്ട്രക്ഷൻ്റെ ഫുൾ വ്യൂ അത്. ഇനി നമുക്ക് അകത്തോട്ട് കയറാനുള്ള വല്ല പരിപാടി ഉണ്ടോ നോക്കാം. എന്തൊക്കെയോ കാണിക്കുന്നത്. ഈ പുള്ളിയുടെ ആണോ ഈ സംഭവം? ഇതല്ലേ ഈ പുള്ളിയുടെ വണ്ടി കളക്ഷനാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. ശ്രീ ഡോക്ടർ D വീരേന്ദ്ര ഹെഗഡെ. കന്നഡയിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണേൽ പോസ് ചെയ്ത് വായിച്ചോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വായിച്ചോളാം. നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വണ്ടികൾ. കുതിരവണ്ടി, കാളവണ്ടി തൊട്ട് അതിൻ്റെ ടയർ തൊട്ട് അങ്ങ് ദൂരെ നല്ല അടിപൊളി എന്നാ പറയുന്നത് സെറ്റപ്പ് വിൻറ്റേജ് കാറുകൾ മൊത്തം. എനിക്കിപ്പോൾ ഇവിടെ കാണുന്നത് പഴയ കുതിരവണ്ടികളുടെ കുറേ ടയറും, പിന്നെ കണ്ടോ ആ സംഭവമൊക്കെ പഴയ മറ്റേ കാറുകളിലൊക്കെ ഇരുന്ന ടയറൊക്കെ സെറ്റാണ്. ഇത് കുതിരവണ്ടി, ഇത് ഉള്ള വണ്ടി. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് എൻജിൻ പാർട്സ് പഴയ കാലത്തെ. നമുക്ക് നോക്കാം. SU കാർബറേറ്റർ. ഇതൊരു കാർബറേറ്ററാണ്. പെട്രോൾ എയർ മിക്സ് ചെയ്യുന്ന ഒരു സ്ഥലം. കൊള്ളാം. മൈ ഗോഡ്, ഡൈനാമോ. പഴയൊരു വണ്ടിയുടെ ഡൈനാമോ. വണ്ടിക്കകത്തൊക്കെ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. മൈ ഗാഡ്, ദിസ് ഈസ് കോൾഡ് ടർബോ ചാർജ്. ഇതെങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് കണ്ടോ? എല്ലാ റിയൽ പാർട്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ, ഇതൊന്നും ഡമ്മിയല്ല. Compressor wheel and exhaust gas turbine wheel coupled together by a solid shaft that is used to boost the intake of air pressure of an internal combustion engine. മനസ്സിലായോ? ഇത് മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്.
ഫ്യൂൽ പമ്പ്. ഇപ്പോൾ എല്ലാം മോട്ടർ വെച്ചുള്ള ഫ്യൂൽ പമ്പ്. ഇത് പഴയ സാധനം, മെക്കാനിക്കൽ. ഓ, ഇതാണ് സ്റ്റീറിങ് ഗിയർ ബോക്സ്. ഓക്കെ, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീർ ചെയ്യുന്ന സാധനം, സ്റ്റീറിങ്ങിൻ്റെ ഗിയർ ബോക്സാണത്. ഇവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സുനകൾ മാറും. ഉണ്ടോ? വായിച്ചേക്ക്. ഇതൊരു പഴയ കാറിൻ്റെ ചാസി മാത്രമുള്ള സ്ട്രക്ചർ. കൊള്ളാം. എന്നാ സെറ്റപ്പല്ലേ ഇവന്മാർ ഇതെല്ലാം പെയിൻ്റൊക്കെ അടിച്ച്. നൈസാണ്. ആ കാണുന്നത് ഗിയർ ബോക്സ്, അതിൻ്റെ മുന്നിലുള്ള എൻജിന്, ഇതതിൻ്റെ അടിയിലുള്ള ഷാഫ്റ്റ്. ഈ സാധനത്തിൻ്റെ പേരെന്നായിരുന്നു? അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഉണ്ടയുടെ എൻജിൻ കാണട്ടെ. മാറ്. നൈസ്. എല്ലാം നല്ല പെയിൻ്റൊക്കെ അടിച്ച്, കളർ അടിച്ച്. ഇത് ഏത് വണ്ടി? ഓ മൈ ഗോഡ്, ഓസ്റ്റിൻ മാർട്ടിൻ്റെ ആണോ? 12 ബാർ ഹാർലി 6 സിലിണ്ടർ ഇംഗ്ലണ്ട്, 1500 cc, 3 സ്പീഡ് മാനുവൽ, മാക്സിമം സ്പീഡ് 77 കിലോമീറ്റർ, കേബിൾ ഓപ്പറേറ്റഡ് മെക്കാനിക്കൽ ഡ്രംസ്. ഏത് എൻജിൻ ഏതിൻ്റെയാ? കാണുന്നില്ല. പിന്നെ ഈ കാണുന്ന സാധനമാണ് ഒരു മോഡൽ ഓഫ് ഫോസ്റ്റോ പെട്രോൾ എൻജിൻ. ഇപ്പോൾ കാണുന്ന ആധുനിക കാലത്തിലെ ഒരു പെട്രോൾ എൻജിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഈ കാണുന്നത് 4 സ്ട്രോക്ക് എൻജിന്. അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഞാനിതൊക്കെ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചതാണ്. ഇത് 2 സ്ട്രോക്ക് എൻജിന്. ഞങ്ങൾക്ക് ബിജു സാർ ഉണ്ടായിരുന്നു, പുള്ളി നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചതാണ്. ഇത് കാർബറേറ്റർ, ഇതും ഒരു കാർബറേറ്റർ. ഇതൊക്കെ പലതരം സാധനങ്ങളാണ്, എന്നാണെന്നറിയത്തില്ല. എന്തായാലും കൊള്ളാം, നോളജ്. ഇനി നമുക്കിവിടെയുള്ള വണ്ടികൾ കാണാം. ഇതെല്ലാം അതൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഗതികളാണ്. ലൈറ്റ് പോലത്തെ സുനയൊക്കെ കിട്ടും. വലിയ ഹെഡ് ലാമ്പ്, അന്നത്തെ ഹെഡ് ലാമ്പാണ് ഇത്. നമ്മുടെ മണിച്ചിത്രമല്ലല്ലോ, മറ്റേ ലേലുല്ലുവിൻ്റെ അകത്തുള്ള സംഭവം അതുപോലെയൊക്കെ ഇരിക്കുന്നല്ലേ. ഇനി ഇതൊരു കാറ്, ഇതിൻ്റെ പേരെന്നാ? ഫിയാറ്റ്. ഓക്കെ, ഫിയാറ്റ് 501, ഇറ്റലി മേക്ക്. വായിച്ച് നോക്കിയോളൂ, കൊള്ളാം, അടിപൊളി. അതിൻ്റെ ഹോണൊക്കെ ഇരിക്കുന്നുണ്ടോ? സെറ്റപ്പ്. അടുത്തത് ഈ കാറ്, ഇത് ഫിയാറ്റിൻ്റെ 521. ആ കാണുന്നതിനേക്കാളും ഒന്നുകൂടെ അപ്ഗ്രേഡഡ് വേർഷനാണ്. അതിൻ്റെ ബൾബൊക്കെ ഉണ്ട്. എന്നാ യമണ്ട ബൾബ്. CW2000 പഴയ വണ്ടികളാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറം ഒരു വണ്ടി കണ്ടിട്ട് വരാം. ഇത് റോൾസ് റോയ്സ്. നമ്മളിപ്പോൾ കാണുന്ന റോൾസ് റോയ്സ് പോലത്തെ അല്ല, നല്ല അടിപൊളി സെറ്റ് പഴയ റോൾസ് റോയ്സ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ എന്തൊരു ഗംഭീരമായ ഒരു വ്യൂ അല്ലേ. വേണ്ട, റോൾസ് റോയ്സ് സെറ്റപ്പ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൂന കറക്കി അടിക്കുന്ന സാധനം കണ്ടത്. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന, ഇതൊക്കെ എത്ര ലക്ഷം രൂപ വരും. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു BMW വില വരും ഈ മോഡൽ റോൾസ് റോയ്സിന്. ഇപ്പോൾ ഇറങ്ങുന്ന റോൾസ് റോയ്സിനേക്കാളും വില വരും. ഇത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയ ഇംഗ്ലണ്ട് 6 സിലിണ്ടർ 3250 cc 4 സ്പീഡ്. ഹൈ സ്പീഡ് എത്രയാ? 105 കിലോമീറ്റർ. പ്രിയസംഗി ഇൻഡോർ. അവിടെ സ്കാൻ ചെയ്ത സാധനം കിട്ടും. ഇത് റോൾസ് റോയ്സ് അടിപൊളി. ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി എല്ലാം സെറ്റപ്പ് ചെയ്യായിരുന്നു. അടുത്ത് വന്നത് എനിക്ക് തോന്നുന്നു ഇതും ഫിയാറ്റാണെന്ന് തോന്നുന്നു. അല്ല, ഇതൊക്കെ എന്നാ വലിപ്പമുള്ള വണ്ടിയാണ്. ഇതിനൊക്കെ എന്ത് വെയിറ്റ് കാണുമല്ലേ. 5000 cc വണ്ടി. എൻ്റെ അമ്മേ, ഇതൊക്കെ 5000. എന്ത് എഞ്ചിനാണ് ഇതിൻ്റെ അകത്തൊക്കെ വെച്ചുകൊണ്ടിരുന്നമാർ. ജർമ്മൻ മേക്ക് കേട്ടോ. 5000 cc വണ്ടി എന്നൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ വലിയ ക്യാഷുകാരുടെ വണ്ടികളായിരിക്കും. ഇത് കണ്ടറിയാം പാവപ്പെട്ടവൻ്റെ വണ്ടി. ഇതിന് മറ്റേ ഫ്രണ്ടിൽ തിരിക്കുന്ന സാധനമാണ്. ഓസ്റ്റിൻ 7RM. ഇതേ ഫോർഡിൻ്റെ ഒരു വണ്ടി. കൊള്ളാം, ഫോർഡ് പെർഫെക്റ്റ്. ഇത് 1100 cc പാവങ്ങളുടെ വണ്ടിയാണ്. കാണാനും കൊള്ളാം. ഇത് മോറിസ് ഗ്യാരേജിൻ്റെ പഴയ സാധനമാണോ? മോറിസ് 8 സീരീസ് E എന്ന് പറയുന്നത്. ഇത് 1000 cc വണ്ടിയാണ്. വന്ന് അതായത് പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തോട്ട് വരുമ്പോഴത്തേക്ക് CC കുറഞ്ഞു വരുന്നു, മൈലേജ് കൂടി വരുന്നു. പിന്നെ ഓസ്റ്റിൻ്റെ 4 സിലിണ്ടർ 4 സ്പീഡ് വണ്ടി. സ്പാർക്ക് ഇഗ്നിഷൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് ഇതിലാണെന്ന് തോന്നുന്നു. അവിടെ സ്പാർക്ക് ഇഗ്നിഷനൊക്കെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം. എൻ്റെ മോനെ, ജഗജില്ല വണ്ടി. ഇത് ഏതൊരു കമ്പനി? നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരണം. റാസർ
UK മേക്ക് കേട്ടോ, യുണൈറ്റഡ് കിങ്ഡം. 1947 ഇറങ്ങിയ സാധനമാണെന്ന് തോന്നുന്നു, ഇവിടെ വന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സൈസാടിയും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് വഴിയിലോട്ട് ഇറങ്ങിയാണ്ടല്ലോ നമ്മളൊക്കെ ഇവിടുത്തെ രാജാവ് പോലെ ആയിരിക്കും. രാജാവ് നിങ്ങൾ സെറ്റ് സാധനം. നീറ്റ് ഓടാം മോനെ, ഇത് അടുത്ത എഴുതണം. എന്നാ സെറ്റപ്പ് പോലെ ഇത് തന്നെ. ഇത് എത്ര CCയാ? ഇത് 4000 CCയുടെ വണ്ടി കേട്ടോ. ടോപ്പ് സ്പീഡ് 1308. 1308 138 സെറ്റപ്പ്. ഇത് ജർമ്മനി മേക്ക് ബക്ക് സീരീസ് 80. ബക്കെന്നാണ്, ബുയിക്ക് സീരീസ്. എന്നാണേലും കൊള്ളാം. അടിപൊളി. അതിൻ്റെ പുറകിൽ നിന്നൊക്കെ വ്യൂ ഉണ്ട്, നല്ല അടിപൊളി കുണ്ടി. ഇത് 1000 സ്പീഡ്, അത് 1000 CC വണ്ടിയല്ലേ, 4 സിലിണ്ടർ, സൈഡ് വാൽവൊക്കെ ഉള്ളതാണ്. അപ്പോൾ സൈഡിലോട്ടായിരിക്കും ഇന്ത്യൻ ഡിസൈനെ ഇരിക്കുന്നത്. ഒപ്പേൽ. ഓക്കെ, ഒപ്പേൽ കേട്ടിട്ടുണ്ട് ഈ ബ്രാൻഡ്. ഇത് നല്ല നീറ്റ്. ഇതൊക്കെ ഒന്ന് ഓടുന്ന കണ്ടീഷൻ ആണെങ്കിൽ നല്ലതായിരുന്നു. ഇനി നമ്മുടെ എന്നാ പറയുന്നത്, ഈ മൂവിയിലൊക്കെ ഇറങ്ങുന്ന കൂട്ടർ ഐറ്റം ആണോ? എങ്ങനെയുണ്ട് ഈ പഴയ മറ്റേ നമ്മുടെ ഈ സിനിമേൻ്റെ പിക്കി ബ്ലൈൻഡേഴ്സിലൊക്കെ ഉള്ള ഐറ്റമാണ് സീൻ വണ്ടി. മെക്സ്. ഇതിൻ്റെയും ഫ്രണ്ടിലാണ് സ്റ്റാർട്ട്. അതിൻ്റെ എഞ്ചിൻ്റെ അവിടെ തുള്ളയുണ്ട്. ഇത് അതിൻ്റെ അവിടെ പ്രൊമോ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ടോ? ഇത് ഓടുന്ന വണ്ടി കേട്ടോ, ഒന്നും നശിച്ച് കിടക്കുന്നതല്ലേ, ഇതെല്ലാം ഓടുന്ന വണ്ടിയാണ്. ഇത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. എൻ്റെ മോന് 5460 CC എൻജിൻ, 4 സ്പീഡ്, ടോപ്പ് സ്പീഡ് 137. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ലേറ്റസ്റ്റ് ടോപ്പ് സ്പീഡുള്ള വണ്ടി ഇതുവരെ കണ്ടതിൽ. ഇതൊക്കെ ഈ ഇവിടെയുള്ള ഈ പുള്ളിയാണ് ഈ സാധനം കോൺട്രിബ്യൂട്ട്. ഇതൊക്കെ വലിയ രാജാക്കളാണ് കേട്ടോ, രാജാവന്മാരുടെ വണ്ടിയൊക്കെയാണ്. എന്നാ വലിയ ലൈറ്റാണ് ഇപ്പോൾ ഇവിടുത്തെ സിനിമയിൽ ഓടുന്ന കൂട്ട് ലൈറ്റാണ്. അത് അങ്ങോട്ട് നോക്കി, ഇവിടെ ഈ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് കാണാം. ഇവിടെ വണ്ടി ഓടുന്നതൊക്കെ ഈ വണ്ടി കേട്ടോ ഓടുന്നത്. ഈ പയാനയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കാണാം. ഇനി നമുക്ക് കുറച്ച് മോട്ടോർ സൈക്കിൾ കളക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ജാവ SD ആണോടാ ഇത്? ആണെന്ന് തോന്നുന്നു. കൊള്ളാം. ഇത് പഴയ ഒരു സ്കൂട്ടർ ചേതക്ക് പോലെ ഇരിക്കുന്നത്. ഏതാടാ ഇത് വണ്ടി കമ്പനി? ഇത് ഇവിടെ എന്നാ പറയുന്നത്, ഈ കാർ ലവർ ബൈക്ക് ലവറൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സീനാകാൻ പോകുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോഴും എന്ത് നീറ്റ് കണ്ടീഷനാണ് നോക്കട്ടെ. അത് ട്വിൻ സിലിണ്ടറാണെന്ന് തോന്നുന്നു. അതെ, അല്ല സിംഗിൾ സിലിണ്ടറാണ്. ഇത് നമ്മുടെ എന്നേക്കുമായുള്ള RX100 യമഹ ഇപ്പോഴും നമ്മുടെ നിരത്തുകളിൽ ഓടി കിടക്കുന്ന ഒരു വണ്ടി. അതൊക്കെ നമ്മുടെ പഴയകാല സെറ്റപ്പ് കേട്ടോ, കൊള്ളാം. ബജാജ് രാജ്ദൂതിൻ്റെ ഒക്കെ വണ്ടി ഉണ്ട് കേട്ടോ. ഇത് ഡ്രൈംബ് എന്ന് പറയുന്ന ബുള്ളറ്റ് സീരീസ് പോലെ ഇരിക്കുന്ന വണ്ടി, അതും കൊള്ളാം. ഇത് ട്വിൻ സിലിണ്ടറാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കാണാം 2 സിലിണ്ടറിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വിക്ടോറിയ ഇപ്പോഴത്തെ MIT പോലെയൊക്കെ ഒരു സെറ്റപ്പേ, കൊള്ളാവേ. ഇത് ഏതാ വണ്ടി? ആർക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ പറഞ്ഞതായി ഈ വണ്ടി ഏതാന്ന്. നമ്മുടെ RX100 പോലെ ഇരിക്കുന്നു. അയ്യോ, അന്ന് ഈ ഇതുകൂട്ട് ടൈപ്പ് വീലൊക്കെ ഉണ്ടായിരുന്നോ? അത് കൊള്ളാലോ, അത് സെറ്റപ്പ്. നോക്കൂ, അന്ന് എന്നാണെന്നറിയത്തില്ല, ഏത് കാലത്തെയാണെന്ന് അറിയത്തില്ല. അന്ന് ഇതിന് തനിയായിട്ടുള്ള ഒറ്റയ്ക്കുള്ള കൂളിംഗ് സിസ്റ്റം, ലിക്വിഡ് കൂളിംഗ്. എൻ്റെ മോനെ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഈ വണ്ടിയൊക്കെ എന്നായിരിക്കും അല്ലേ ആ കാലത്ത്. ഇതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടാൽ അറിയാതെ, മറ്റേ കൂട്ട് സസ്പെൻഷൻ പോലും അല്ല. അന്ന് ഇതിന് ഈ ലിക്വിഡ് കൂളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ എന്നെ എഞ്ചിനടി ഇത്, എന്നെ ഡിസൈനാണ് ഇത്. കിക്കറൊക്കെ കണ്ട, അത് കിക്കറാണോ ഗിയറാണോ? ഈ സാധനം ഗിയറാണോ കിക്കറാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. എന്നാണെങ്കിലും കൊള്ളാം. ഇത് നമ്മുടെ രാജ്ദൂത്തിൻ്റെ വണ്ടി, ഇന്ത്യൻ മേക്ക് എന്നാന്ന് തോന്നുന്നു, കേട്ടിട്ടോളം അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കൊള്ളാം. ചേതക്ക് പോലത്തെ വേറൊരു ഐറ്റം. ഇത് ഏതിൻ്റെയാണ്? അന്ന് ചേതക്കിൻ്റെ സെറ്റപ്പൊക്കെ ഇറങ്ങിയതായിരിക്കും. നമ്മുടെ ക്ലാസിക് ബുള്ളറ്റ്. ഇത് അതെ, അത് തന്നെ. റൈറ്റ് സൈഡിൽ കിക്കറും ഗിയറും കൂടെ വരുന്ന ആ ഐറ്റമാണിത്. ബജാജ്. ഓടാ മോനെ, ആരെങ്കിലും പഴയ വെസ്പ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് പഴയ വെസ്പ, പഴയ MIT.
ഇതെല്ലാം ബജാജിൻ്റെ സാധനങ്ങളാണ്. എല്ലാം വീണ്ടും രാജദൂത് കയ്യിലേക്ക് കയറുന്നു. ഇപ്പുറത്തെ സൈഡുകളിൽ വീണ്ടും കാർ. ഇതും കൊള്ളാം കേട്ടോ. ഇത് ഏതാ? പിന്നെ ക്രിറ്റോറിയ ട്രാക്ഷൻ അവന്ത് എന്നാലും കൊള്ളാം. പാരീസിൽ നിന്ന് ഇറങ്ങിയതാണോ? ഹിൽമാൻ മിനക്സ് കാണാമല്ലേ? ഇത് UK. എഞ്ചിൻ്റെ CC ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളത് ഒരു കാലഘട്ടത്തിൽ നിന്നും വേറൊരു കാലഘട്ടത്തിലേക്ക് മാറുന്നൊരു സമയം. ഓസ്ട്രേലിയ 40 സമർസെറ്റ്. ഇത് ഇന്ത്യൻ മേക്ക്. ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ പ്രൗഢമായ 1500 സീറ്റുകളുള്ളത്, 113 km/h. MYB മൈസൂറിൻ്റെ പഴയ രജിസ്ട്രേഷനാണെന്ന് തോന്നി. ഇതെല്ലാം MYM. എനിക്കൊന്ന് ഡിസ്ട്രിക്റ്റ് വെച്ച് അമ്മ തിരിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ആയിരിക്കും, ഇപ്പോൾ എന്നറിയത്തില്ല. ഇതും ഹിന്ദുസ്ഥാൻ്റെ അടുത്ത വണ്ടി. ഹിന്ദുസ്ഥാൻ്റെ അതെ, ലാൻഡ് മാസ്റ്റർ. ഇത് നമ്മുടെ എന്നാ പറയില്ല, അംബാസിഡർ. എക്കാലത്തെയും എല്ലാത്തെയും സെറ്റപ്പ് നോക്കണേ. ടോണി സ്റ്റാർക്കൊക്കെ പേരിടുന്നതിന് ഇവന്മാരെ പേരിട്ടതാണ്. ഹിന്ദുസ്ഥാൻ അംബാസിഡർ Mark 1. ടോണി സ്റ്റാർക്കൊക്കെ ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഇട്ടേന്ന് തോന്നുന്നു. ഇതാണ്ട 1500 cc. ഇത് 4x4 ആട്ടോ. അന്നൊക്കെ 4x4 ആയിരുന്നു. എടാ മോൻ, ഇത് അറിയാം സീനാണല്ലോ. ഇത് മറ്റേ മിസ്റ്റർ ബീൻ്റെ മറ്റേ പുള്ളിക്കാരൻ്റെ വണ്ടി പോലെ ഉണ്ടല്ലോ, നീല കാറ്. ഫ്രാൻസിൽ നിന്ന് ഇറങ്ങിയത്. കൊള്ളാം. ഓ മൈ ഗാഡ്. ഹൈഡ്രോളിക് ബ്രേക്സ് ഒക്കെ വരുന്ന സാധനം കേട്ടോ. ഡോണ്ട് ടച്ച്, ആരെയും തൊടല്ല. ഇനി നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഷെവർലേയുടെ ഐറ്റം 3859 3900 cc വണ്ടി. മോനെ 145. ഇതാണ് ഇപ്പോൾ വയ്ക്കുന്ന ഹയസ്റ്റ്. അന്നത്തെ ഷെവർലേയുടെ ലോഗോയൊക്കെ കണ്ടു. സെറ്റപ്പ് അല്ലേ? ഒരു പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ മണ്ടയിൽ, പറന്നു പോകുമെന്നായിരിക്കും പറയുന്നത്. കൊള്ളാം, രസമുണ്ട്. എന്ത് സ്പേസാണ് നോക്കുക അകത്തൊക്കെ. ക്യാബ്. ഇത് അടുത്ത ഷെവർലേയുടെ വണ്ടി. ഇതും ഷെവർലെ തന്നെ കേട്ടോ. ആ ഫ്രണ്ടിലിരിക്കുന്ന സുന കണ്ടാൽ അറിയാം. കൂടുതൽ ഇത് അല്ല, ആ മോഡലിൽ നിന്ന് ഈ മോഡലിലേക്ക് വന്നപ്പോൾ ഇമാരുടെ പ്ലെയിനിൻ്റെ ഡിസൈനൊക്കെ മാറി. ഇത് 6 സീറ്ററാണോ? ഭയങ്കര വലിയ വണ്ടി, ഫാമിലി വണ്ടി കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ SUV പോലത്തെ ഒരു ഐറ്റം. ഇതിൻ്റെ സാധനങ്ങൾ ഇതാണ്, കണ്ടോളൂ. കൊള്ളാം. 404. ഇത് ഏത് വണ്ടിയാ? പത്മിനിയൊക്കെ പോലിരിക്കുന്നു. അയ്യോ കേട്ടോ. എടാ ഇത് മറ്റന്മാരുടെ അല്ലേ? അതെ, മറ്റേ റാലി റേസിങ്ങിലൊക്കെ ഉള്ളവന്മാരുടെ. അയ്യോ കേട്ടോ, എനിക്ക് റാലി റേസിങ്ങേ അറിയത്തുള്ളൂ കേട്ടോ. ഇമാരുടെ ഞാൻ അതിലേ കണ്ടിട്ടുള്ളൂ. കൊള്ളാം. 140. വീണ്ടും ടോപ്പ് ഹയസ്റ്റായി. കൊള്ളാം. നല്ല വയലറ്റ് നിറം. ഈയടാ മോനെ, ഷെവർലെ ഇംപാല. ഈയടാ മോനെ, എന്നെ ലുക്കാണ് ഈ കാണാൻ. എന്നെ രസം. എൻ്റെ മോനെ, ഇത് കൂടെ ഓർമ്മ മീഡിയ ആണെങ്കിൽ എന്ന് നീട്ടമോ നോക്കി നിങ്ങൾ. ഇതൊരു 4 മീറ്റർ നീട്ടം കാണും ഇത് മൊത്തം. എന്നെ ക്ലാസിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഫ്രണ്ടിലെ എൻജിൻ റൂം, പുറകിൽ ഇത്രയും വലിയൊരു ഹുഡ്. അത് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു സാധനം. ഓ മൈ ഗൈസ്, പഴയ ക്യാമറ, ഫിലിം ഷൂട്ട് ചെയ്യുന്ന ക്യാമറ. അതെ, അതുതന്നെ. ഈ വണ്ടിയാണ് അതേണ്ട ഈ കാണുന്ന സിനിമകളിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഇവന്മാർ പറയുന്നത്. പോപ്പുലർ മൂവി കാറാണ്. ടോപ്പ് സ്പീഡ് 154 സ്പീഡ്, 3 സ്പീഡ് മാനുവൽ ആട്ടോ, 6 സിലിണ്ടർ എൻജിൻ. എൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ കണ്ടോ, എന്നെ ക്ലാസിക്കാണ്. ഇത് മറ്റേ സിനിമയിലൊക്കെ കണ്ട ഐറ്റം തന്നെ, ക്ലാസിക് സാധനം. ഇതൊക്കെ കാരണം ഒന്ന് ഓടിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ എൻ്റെ മോനെ അടിപൊളിയാണ്. ഇമാർ എല്ലാത്തിൻ്റെ അടിയിൽ ഇമാർ ട്രേ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വണ്ടിയുടെ അടിയിലുണ്ട് ട്രേ. എൻജിന് ഓയിൽ ലീക്കാവും, അതിലോട്ട് വീഴാനാണ്. ഹിൽമാൻ ഹണ്ടർ എല്ലാം UK കേട്ടോ. ഇമാരെല്ലാം UK. പഴയകാലം ബ്രാൻഡ് തന്നെ അമേരിക്ക, UK സാധനം ഇറങ്ങി.
എടാ എനിക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു, ആ കാർ ഞാൻ ഒരെണ്ണം എടുക്കും, അതൊരെണ്ണം മേടിക്കും, അത് കൂട്ടണം, കാശാകുമ്പോൾ ആട്ടെ. ഒപ്പേൽ ഇത് റെക്കോ സീരീസ് ജർമ്മനി 1500 cc 137 ഉള്ള ഇതൊരു ക്ലാസിക് ഫാമിലി വെഹിക്കിൾ. ഇനി അടുത്തത്, ഓ മൈ ഗാഡ്, എഗെയിൻ ഷെവർലെ ആണോ? അല്ല, സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. പണ്ട് ഇത്രയൊക്കെ സെറ്റപ്പിൽ കാറുണ്ടായിരുന്നതെന്ന് ഞാൻ വിചാരിക്കും. അതൊക്കെ എന്നാ മൈലേജ് തന്നിട്ടായിരിക്കും അല്ലേ? നമുക്ക് ഇതിൻ്റെ വായിച്ച് നോക്കാം. CV രാമൻ എന്നൊക്കെ വെച്ചിരിക്കുന്നു. ഇവൻ ഇത് നമ്മുടെ ആളല്ലേ CV രാമൻ? പുള്ളിയുടെ കാറാണോ ഇത് വായിച്ച് നോക്കിയോ? CV രാമൻ തമിഴ്നാട്ടിൽ ജനിച്ചു. ഓക്കേ, അപ്പോൾ ഇത് CV രാമൻ്റെ കാറാ? അത് കൊള്ളാം. ഇത് CV രാമനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഇത് പുള്ളി ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ പറയുന്നൊരു ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ പയ്യെ കറങ്ങുക. ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ, അത് കാണാം. ഇത് അവിടെ ഒരു സംഭവം കണ്ടോ, മറ്റേ പാരാഗ്ലൈഡ് ചെയ്യുന്നൊരു സ്ഥലം. ഇവൻ്റെ തലമാരാണ്. ചെക്കോസ്ലോവാക്യ. അത് രാജ്യത്തിൻ്റെ പേരല്ലേ? അത് തന്നെ, ചെക്കോസ്ലോവാക്യ. 1000 cc 100 km. ഓ, ഇതിനൊക്കെ നല്ല മൈലേജ് കിട്ടുന്നത്. നോക്കിയ 2 സീറ്ററാണോ? അല്ല, പുറകിൽ ആൾക്കാർക്ക് ഇരിക്കാം. ഇതെന്താടാ ഇങ്ങനെയൊക്കെ? ഇത് കൊള്ളാം കേട്ടോ. ഒരു കുട്ടീനെ ഇരുത്താനായിട്ടുള്ളൊരു സ്ഥലമേ ഉള്ളൂ. എന്നെ ക്ലാസിക് ലുക്കല്ലേ. ഇതൊക്കെ ആയിട്ട് കല്യാണത്തിന് ഇറങ്ങിയാൽ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും. പഴയ പാരാഗ്ലൈഡ് ചെയ്യുന്ന ഐറ്റം, പെട്രോള്. അതിൻ്റെ അതാണ് വുഡൻ ബ്ലേഡ്സ്. അതിൽ ഇത് ഒറിജിനലാട്ടോ, ശരിക്കും ഇത് പറഞ്ഞതാണെന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ കറങ്ങി താഴത്തോട്ടിറങ്ങാം. താഴെ ഇനിയും വലിയ ഷോറൂം പോകുക. ഇപ്പം മണ്ടയിലുണ്ടായിരുന്നത് ഫുൾ വിൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1940s തൊട്ട് ഒരു 1960s വരെയുള്ള വണ്ടി ആയിരുന്നെങ്കിൽ താഴത്തോട്ടിറങ്ങുമ്പോൾ കുറച്ചുകൂടെ ആധുനികമായുള്ള വണ്ടികളിലേക്ക് വരും. അതിൽ അമേരിക്ക എന്നാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. കണ്ടോ, കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ളൊരു സംഭവം.